ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പാരൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ചില പാരൻസിന് അവരുടെ മക്കൾക്ക് എന്ന് വെച്ചാൽ ഇപ്പം മോൺ ആക്ടിങ് എന്തൊക്കെ സ്കൂളിൽ എന്തൊക്കെ പരിപാടികളാണ്, അതിലൊക്കെ ഓരോ സംഭവത്തിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് പറയുക, ഒരു അമ്മ കൊച്ചിനെ പഠിപ്പിക്കുകയും ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ, ഞാൻ പാരൻസിൻ്റെ അടുത്ത് പറയുകയാണ്, ഞങ്ങളുടെ കുട്ടികളുടെ മൈൻഡിൽ ഈ എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ വഴക്ക് പറയുമ്പോഴും ഇതെല്ലാം ചെയ്യുമ്പോൾ ഞങ്ങൾ ഓക്കെ എന്ന് പറയും. നിങ്ങൾ പറയുന്നത് ഞങ്ങളെല്ലാം ചെയ്താൽ ഞങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് തെറ്റിയാൽ തോപ്പിക്കും. ചിലപ്പോൾ അവർ തോപ്പിച്ച് കളയും. തോക്കുമ്പം ഈ പാരൻസിൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് അടി കിട്ടുകയും ചെയ്യും. ഈ പാരൻസിന് ക്യാഷ് വെറുതെ പോവുകയും ചെയ്യും. പിന്നെ ഞങ്ങൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? ഈ ഞങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ചില സ്റ്റുഡൻസിന് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ തല കറക്കും, വയ്യാകുകയും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ കാണും. പിന്നെ എന്നുവെച്ചാൽ ഇപ്പം ഇതേ കാട്ടിയേക്കുന്നത് ഇവിടെ അമ്മ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടാക്കുകയും ഇപ്പം ഇവരുടെ കാലത്ത് എനിക്കറിയാം, പാരൻസിൻ്റെ കാലത്ത് ഈ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് പാരൻസിന് ആഗ്രഹം ഇവർ ചെയ്തത് നേടി ഇതാക്കണമെന്ന്. ഇപ്പം ചിലവരൊക്കെ അവർക്ക് ചില സ്റ്റുഡൻസിന് പഠിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഇങ്ങനെ ഇത് ചെയ്യാനാണ്. ചിലവർക്ക് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് പഠിച്ച് കളിച്ച് എല്ലാം ചെയ്യണമെന്നായിരിക്കും ഇഷ്ടം. അങ്ങനെ ഓരോ ആൾക്കും ഓരോ രീതിയാണ്. അതുകൊണ്ട് ഈ കൊച്ചിന് പഠിച്ച് കളിച്ച് നിന്നാൽ മതി. ഈ പാരൻറ്റ് പഠിച്ച് ക്വസ്റ്റ്യന് ഒരു മാർക്കെങ്കിലും എൻ്റെ പാരൻറ്റൊന്നും അങ്ങനെ ചെയ്തില്ല പറയുവാണ്. എൻ്റെ പാരൻറ്റൊന്നും അങ്ങനെ ചെയ്തില്ല. 1 മാർക്കോ 2 മാർക്കോ. ഞാൻ ഇപ്പം തന്നെ ഈ എക്സാം ജസ്റ്റ് പാസ്സായിട്ടേ ഉള്ളൂ, ജസ്റ്റ് പാസ്. എന്നിട്ടും എൻ്റെ പാരൻസിന് ഒരു കുഴപ്പമില്ല, എന്നെ അടിക്കത്തുമില്ല, വഴക്ക് പറയത്തുമില്ല. ഫെയിലായാൽ മാത്രം എൻ്റെ അമ്മ വഴക്ക് പറയും, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. B ഗ്രേഡ് C ഗ്രേഡ് ഇതൊക്കെ കിട്ടിയാലും ഒരു പ്രശ്നവുമില്ല എൻ്റെ അമ്മയ്ക്ക്. ഞാൻ ജസ്റ്റ് പാസ്സായിട്ടുള്ളൂ, ജസ്റ്റ്. എന്നിട്ടും അമ്മയ്ക്ക് പ്രശ്നമില്ല. ഫെയിലായി ചെറുതായിട്ട് വഴക്ക് പറയും. ഈ വീഡിയോയിൽ അമ്മ കുറേ സ്ഥലത്ത് സാറ്റർഡേ സൺഡേ ഡാൻസ് മറ്റേത് മറിച്ചത്. ഈ അച്ഛന് ഈ മോളെ ഒന്ന് കാണാൻ പോലും പറ്റത്തില്ല. അങ്ങനെയാണ് ഈ അച്ഛന്. അതുകൊണ്ട് ഈ അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ട് കൊച്ചിന് തലകറക്കം വന്നു. കൊച്ച് തലകറങ്ങി വീണു ഡാൻസ് ക്ലാസ്സിൽ. അമ്മ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടും വീണു. എന്നിട്ട് ലാസ്റ്റ് അമ്മ വന്നിട്ട് ടീച്ചർ വിളിച്ച് പറഞ്ഞു, അയ്യോ നാളത്തെ കോമ്പറ്റീഷന് ഇതില്ലല്ലോ എന്ന്. ഇതെല്ലാം ആരാ ചെയ്യുന്നത്? അമ്മമാരായിരിക്കും ചെയ്യുന്നത്. ഞാൻ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ അമ്മമാരെ കുറ്റം പറയാനല്ല. ഞങ്ങളുടെ ഒരു സങ്കടം കൊണ്ട് ഞങ്ങളിങ്ങനെ ഞാൻ വീഡിയോ ഇടുന്ന ആരൊന്നും ഇതാക്കല്. ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞത്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അത്ര സങ്കടമായെന്ന് അറിയുമോ? ആ അമ്മ കൊച്ചുങ്ങളുടെ സ്ട്രെയിൻ നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ അമ്മയ്ക്കൊക്കെ എൻ്റെ സ്ട്രെയിനും എൻ്റെ ബുദ്ധിയും എനിക്ക് പഠിക്കാൻ കഴിവില്ല എന്നും എല്ലാം എനിക്ക് അമ്മയ്ക്കറിയാം. എനിക്ക് പഠിക്കാൻ കഴിവുണ്ട്, ബട്ട് അത് ഇത് ആരും എന്നെ മനസ്സിലാക്കി പഠിപ്പിക്കുന്നില്ല എന്ന് അമ്മയ്ക്ക് നല്ലോണം അറിയാം. അതുപോലെ തന്നെ എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറിനും എന്നെ അറിയാം. എന്നിട്ട് എൻ്റെ അമ്മ എന്നെ ഇരുത്തി മനസ്സിലാക്കി പഠിപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കണം ആ കൊച്ചുങ്ങളുടെ മൈൻഡിൽ എന്താ വേണ്ടതെന്ന്. ഇങ്ങനെ മൈൻഡിൽ എന്താ വേണ്ടതെന്ന് ഓർത്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഞങ്ങൾ അറിയാണ്ടൊന്ന് ഒരു സ്റ്റെപ്പ് അങ്ങ് തെറ്റിപ്പോയാൽ എൻ്റെ സ്കൂളിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് തെറ്റി അപ്പം തോപ്പിച്ചു വരും. അങ്ങനത്തെ ഒരു സ്കൂള് ചിലവർക്ക് കാണും. 2-3 എണ്ണം നമുക്ക് തെറ്റിപ്പോവും. എത്ര പഠിച്ചാലും നമുക്ക് തെറ്റിപ്പോവും ചിലപ്പം. അതുകൊണ്ട് ഈ തെറ്റിപ്പോയാൽ നമ്മുടെ പാരൻസ് ഞങ്ങളെ അടിക്കുകയും എത്ര പൈസ പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വഴക്ക് പറയുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വിഷമം. സത്യത്തിൽ ഈ 10th പഠിക്കുന്ന കൊച്ചുങ്ങളുടെ വരെ മൈൻഡ് കുഞ്ഞു മനസ്സാണ്.
അതെനിക്ക് നല്ലോണം അറിയാം. എൻ്റെ മൈൻഡ് വേറെ ഒരു കുഞ്ഞു മനസ്സിലാണ്. ഇപ്പം എൻ്റെ ഒരു ടീച്ചറുണ്ട്. പണ്ടത്തെ സ്കൂളിൽ, ഇപ്പം ഞാൻ വേറെ സ്കൂളിൽ. പണ്ടത്തെ സ്കൂളിൽ ആ ടീച്ചറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. മലയാളം ടീച്ചറാട്ടോ, മലയാളം. ആ ടീച്ചറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ ടീച്ചറിനെ എനിക്ക് ആ ആദ്യമൊക്കെ ഞങ്ങളെല്ലാവരും പേടിച്ച്, അയ്യോ ദൈവമേ ആരും ടീച്ചർ വരല്ല എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ ഭയങ്കര ദേഷ്യമുള്ള ടീച്ചറാണ്. അടിക്കത്തില്ല. ഞാൻ പുതിയ സ്കൂളിലായപ്പം എൻ്റെ ട്യൂഷൻ പഠിക്കുന്ന ചേച്ചിയുടെ ആ മോള് എന്തോ ഫിസിക്കിൻ്റെ മാമാണെന്ന് തോന്നുന്നു. എൻ്റെ മലയാളം ടീച്ചർ ഫിസിക്കിൻ്റെ മാം. ആ മാം ഇവിടെ എന്തോ തെറ്റിയതിന് കുറച്ച് ലൈൻ എഴുതാത്തതിന് ഇവിടെ അങ്ങ് പിച്ചങ്ങ് തടിച്ചു വന്നു, നീരൊക്കെ വെച്ചു ചെറുതായിട്ട്. മാം എൻ്റെ മിസ് കംപ്ലൈൻറ്റ് ചെയ്തതെന്നാണ് തോന്നുന്നത്. ഞങ്ങളെല്ലാവരും കണ്ടത് നല്ലോണം തടിച്ചു വന്നായിരുന്നു. അതുകൊണ്ട് ചില മാംസിനും അങ്ങനെ ആയിരിക്കും. ബട്ട് പാരൻസ് ഇങ്ങനെ വിടുമ്പോൾ തന്നെ ഈ മിമിക്കറിയൊക്കെ എൻ്റെ അമ്മയ്ക്കറിയാം. എനിക്കിഷ്ടമുള്ള സംഭവങ്ങൾ, നമുക്ക് ആക്ടിവിറ്റീസ് ഇല്ല സ്കൂളിൽ, എനിക്കിഷ്ടമുള്ളപ്പോൾ വിടും, ഇല്ലെങ്കിൽ വിടത്തില്ല. എനിക്ക് അമ്മ എത്ര ക്യാഷ് മുടക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. തൈക്കോണ്ടോയ്ക്ക് പോയി, ആ ക്യാഷ് പോയി. പിന്നെ കളരിക്ക് പോയി, ആ ക്യാഷ് പോയി. പിന്നെ അടുത്ത് ഞാൻ സ്വിമ്മിങ്ങിനാണ് പോകുന്നത്. കരാട്ട, പാട്ട്, കളരി, തൈക്കോണ്ടോ, സ്വിമ്മിങ്. അടുത്ത സ്വിമ്മിങ്ങാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാനിന്ന് സ്വിമ്മിങ് പഠിച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് മറന്നു പോയാലോ? കൊച്ചുങ്ങളൊന്ന് മറന്നുപോയി. അതിന് 2 എണ്ണം ഞങ്ങൾക്ക് തരത്തില്ലേ? അപ്പോൾ ഞങ്ങൾക്ക് വിഷമാവത്തില്ലേ? അത് ഞാൻ പാരൻസിൻ്റെ അടുത്ത് പറയാം. അവരുടെ അടുത്ത് നിർബന്ധിക്കാതെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യിപ്പിച്ചോ, ഇഷ്ടമല്ലെങ്കിൽ ചെയ്യിപ്പിക്കണ്ട. ഇപ്പം അവർക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ബട്ട് അവർ ചെയ്തിട്ട് വേണം അവർ ജയിക്കാൻ. എന്നുവെച്ചാൽ വലിയ ടോപ്പിലൊക്കെ ആവണമെങ്കിൽ അവരുടെ ഇഷ്ടം ചെയ്യണം, എന്നാലേ അവരുടെ ടോപ്പിലെത്തുള്ളൂ. ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തിട്ട് ഒരു കുന്തവും മൈൻഡിൽ നിൽക്കത്തില്ല. ഒരു ടീച്ചറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്നതെന്ന് പറയത്തുള്ളൂ. എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയോ ഞാൻ അച്ഛന് വേണ്ടിയോ പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ എന്തിനാ എന്തോ ഒരു സംഭവത്തിന് പോയപ്പം എനിക്കതിലോട്ട് ഒരു താല്പര്യമില്ലേന്. എന്നിട്ട് അമ്മ കൊണ്ടാക്കി. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അവൾ ജയിച്ചിട്ടും കാര്യമില്ല, ഞാൻ പൈസയും മുടക്കുകയും ചെയ്യും. നമുക്ക് മൈൻഡ് കിട്ടി. അങ്ങനെ നിങ്ങളെല്ലാവരുടെ അമ്മമാരും ചെയ്യണം. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. അവിടെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക, എന്ന് വെച്ചാൽ ആ സംഭവത്തിൽ വിടുക. എനിക്കിപ്പോൾ ക്യാഷ് അല്ലെങ്കിൽ മക്കളെ മനസ്സിലാക്കുക, അല്ലാതെ ദേഷ്യപ്പെട്ട് എൻ്റെ പറ്റത്തില്ലടേ എന്ന് പറയാൻ പാടില്ല. അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ മൈൻഡ് ഒരു കുഞ്ഞു മൈൻഡാണെന്ന് നിങ്ങൾക്ക് അറിയിക്കും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി പിന്നെ ബാക്കിയുള്ള ക്ലാസ് വരെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വലുതായി, ഇനി നിങ്ങൾക്ക് ഇനി അങ്ങനെയൊന്നുമില്ല, നീ പറയുന്ന പോലെ ചെയ്യത്തില്ല എന്നൊക്കെ അങ്ങനെ ഉണ്ടാവും. ബട്ട് ഞങ്ങളുടെ മൈൻഡ് ഇപ്പോൾ +2 ആയാലും പോലും ഞങ്ങളുടെ മൈൻഡ് ഒരു കുഞ്ഞു മൈൻഡ്. ഫോണൊക്കെ കിട്ടിയാലാണ് കുറച്ചുകൂടെ അഹങ്കാരം കിട്ടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും വരത്തില്ല. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ വിഷമമായതുകൊണ്ടാട്ടോ ഈ വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തില്ല. ഞങ്ങളുടെ പാരൻസ് ഓരോ കാര്യത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം പ്ലീസ്.